എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സൺഡേ ആണ്. 12 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 11:30 മണിയായപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സോണിലേക്ക് പോയി. പോകുന്ന വഴി തന്നെ ഒരു 250 രൂപയുടെ പെട്രോൾ അടിച്ചു. ആപ്പ് ഓൺലൈനിലേക്ക് മാറ്റി. സൺഡേ ആണെങ്കിൽ പോലും ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയത്. ലുഹർ പള്ളിയിൽ കയറി നിസ്കരിച്ചു. 1 മണിക്കൂറും 9 മിനിറ്റും ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആനന്ദഭവൻ ആദ്യത്തെ ഓർഡർ കിട്ടിയത്. ഈ കാണുന്ന സുരഭി മാളിനകത്താണ് ആനന്ദഭവൻ വരുന്നത്. അത് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഡ്രാഗൺ അറേബ്യന്നായിരുന്നു നമുക്ക് അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് പന്തീരങ്കാവ് ആയിരുന്നു നമുക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 26 രൂപ റിട്ടേൺ ബോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് സമയം വീണ്ടും പള്ളിയിൽ കയറി വെയിറ്റ് ചെയ്തു. പിന്നീട് ആനന്ദഭവൻ തന്നെ അടുത്തൊരു ഓർഡറും കൂടെ കിട്ടി. അതും കഴിഞ്ഞ് വീണ്ടും ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. പള്ളിയിൽ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷമാണ് പിസ്സ ഹട്ടിൽ നമുക്കൊരു ഓർഡർ ഈവനിങ് കിട്ടുന്നത്. അതും പിക്കപ്പ് ചെയ്തു. നേരെ കസ്റ്റമറുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ബേപ്പൂർ ഭാഗത്തായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് പിസ്സ ഹട്ടിൽ തന്നെ മറ്റൊരു ഓർഡറും കൂടെ കിട്ടി. അത് നേരെ കൊണ്ടുപോയി കൊടുത്തു. അത് ചാലിയം ഭാഗത്തായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. സർജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാഷ് എമൗണ്ട് വളരെ കുറവാണ്. അതിനുശേഷം ചൈനാഷ് എന്നായിരുന്നു അടുത്ത ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബേക്ക് ഹൗസിൽ നിന്ന് അടുത്തൊരു ഓർഡർ കിട്ടി. അത് നേരെ പോയി പിക്കപ്പ് ചെയ്തു. അത് നമ്മൾ ഫറൂഖ് പഴയ പാലം വഴി ബേപ്പൂരിൽ തന്നെയായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതിന് 13 രൂപ റിട്ടേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹോട്ടൽ സെഞ്ചുറിയിൽ നിന്നായിരുന്നു അടുത്ത ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അതും കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം ജ്യൂസിൽ നിന്ന് നമുക്കൊരു ഓർഡർ കിട്ടി. അത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. നന്നായി ശ്രദ്ധിക്കണം, പഴയ നോട്ടുകളും കീറിയ നോട്ടുകളും കിട്ടാറുണ്ട്. ആനന്ദഭവൻ ആയിരുന്നു പിന്നീട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നൈറ്റായി. അത് നേരെ കൊണ്ടുപോയി കൊടുത്തു. 32 രൂപ റിട്ടേൺ ബോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ബേക്ക് ഹൗസിൽ നിന്നായിരുന്നു അടുത്ത ഓർഡർ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബൈപ്പാസിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു. ബേക്ക് ഹൗസിലെ ഓർഡർ നമ്മൾ പിക്കപ്പ് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം KFC ഇന്നത്തെ ആദ്യത്തെ ഓർഡറും കൂടെ നമുക്ക് കിട്ടി. ഏകദേശം 10 മിനിറ്റോളം അവിടെ നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കാക്കഞ്ചേരി കിൻഫ്രയുടെ ഭാഗത്തായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അത് കൊടുത്തു. അതിനുശേഷം നമുക്ക് M-Dine ഇന്നത്തെ അവസാനത്തെ ഓർഡർ കിട്ടി. അതും പിക്കപ്പ് ചെയ്തു, നേരെ കൊണ്ടുപോയി കൊടുത്തു. നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു. ഇന്ന് ആകെ മൊത്തം 160 കിലോമീറ്റർ ആയിരുന്നു റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1073 രൂപയായിരുന്നു ഫൈനൽ ഏണിങ്സ് ഉണ്ടായിരുന്നത്.